നമസ്കാരം. ദേ, വീണ്ടും ഒരു വാർത്ത. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ക്ഷോഭിച്ചു. സ്വാഭാവികമായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്. എന്താണാവോ പുതിയ കഥയെന്നറിയാനാണ് ആ ദൃശ്യം ശ്രദ്ധിച്ചത്. ആ ശ്രദ്ധിച്ചിട്ട് എനിക്കതിൽ പ്രത്യേകിച്ച് ക്ഷോഭം തോന്നിയില്ല. വഴിയെ നടന്നു പോകുന്ന ഒരു വ്യക്തി, ഞാൻ മനസ്സിലാക്കുന്ന AKG സെന്ററിൽ അദ്ദേഹം ഏതോ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വന്നതിന് ശേഷം, അത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തോ പങ്കെടുക്കാൻ വന്നതിന് ശേഷം മടങ്ങി പോകുന്ന സന്ദർഭത്തിലാണ് അവിടെ പോയി ആ കാർ പാർക്കിങ്ങിൽ നിന്നതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ ചോദ്യം ചോദിക്കുന്നത്. അതിന് അദ്ദേഹം തിരിച്ചൊരു മറുപടി, അത് ക്ഷോഭമായി മാറുകയാണ്. കണ്ടേ, കണ്ടില്ലേ? അതായത് നമ്മുടെ നാട്ടിലെ മാപ്രകളോട് തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ എന്ന രാജാക്കന്മാരുടെ സ്വഭാവമുള്ളവരാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ചർച്ചയായോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, എത്ര കാലമായി മാധ്യമ പ്രവർത്തകനായിട്ട്. കാര്യം, ഈ യോഗത്തിനെ കുറിച്ച് ഒരു ചങ്കും മത്തങ്ങി അറിഞ്ഞുകൂടാത്ത ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ആ ചോദ്യം എത്രമാത്രം വിവരക്കേടാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചൊരു ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം ക്ഷോഭമായി, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമായി. VD സതീശനൊന്നും വേറെ പണിയൊന്നും ഇല്ലടാ നിനക്കെന്ന് ചോദിച്ചാൽ അത് സർവ്വസാധാരണമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ്. എന്ന അടിമ മനോഭാവത്തിൽ നിൽക്കുന്നവർ എങ്ങനെയാണ് പിണറായി വിജയൻ എന്നൊരു വ്യക്തിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അതുപോലും ക്ഷോഭമായി മാറുകയാണ്. അതുപോലും ധാർഷ്ട്യവും ധിക്കാരത്തിന്റെ ലേബലിലെടുത്ത് അങ്ങ് ചിത്രീകരിച്ച് കാണിക്കുകയാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ശൈലി നിങ്ങൾ കാണണം. ഇതിപ്പോ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ആരെങ്കിലും ചെയ്താൽ എങ്ങനെയാണ്? അത് ഹീറോയിസ്റ്റിക്കോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന ആ മനോഭാവങ്ങളും കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ചാൽ പോലും അതെല്ലാം ലഘൂകരിച്ച് കാണുന്നവർ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? ഒരു വ്യക്തിയെക്കുറിച്ച് 10 പുലഭ്യവും പുലയാട്ടും പറയാൻ കണ്ടന്റ് കൊടുക്കണ്ടേ? അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. കേരളത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ അധപ്പതനം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണത്. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ചോദ്യങ്ങൾക്ക് മറുചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ചോദിക്കുന്ന വ്യക്തിക്ക് വിവരക്കേട് ചോദിക്കുകയാണെങ്കിൽ പോലും ഒന്നും മിണ്ടാൻ പാടില്ല. ഞങ്ങൾ എന്തോ വലിയ കൊമ്പത്തെ ആൾക്കാരാണ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോ പ്രൈം മിനിസ്റ്ററോടൊന്നും ഇത് ചോദിക്കണ്ട. നമ്മൾ 56 ഇഞ്ചിനോട് ചോദ്യങ്ങളേ ഇല്ലല്ലോ. ആ ചോദ്യം ചോദിക്കാത്തിടത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല. ആ പ്രവൃത്തിയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നു. അദ്ദേഹമൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിഷ്കളങ്കരല്ലേ, ദേഷ്യപ്പെടാത്ത വ്യക്തിയല്ലേ? മാപ്രകളുടെ ചോദ്യം അഭിമുഖീകരിക്കുന്നില്ലെങ്കിലും ധിക്കാരി എന്നോ ധാർഷ്ട്യക്കാരനെന്നോ ചാപ്പ കുത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അഹങ്കാരി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ചോദ്യം ചോദിച്ചാൽ ആ ചോദിക്കുന്ന ചോദ്യം വിവരക്കേടാണെങ്കിൽ മറുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെ വാർത്ത എന്ന പേരിൽ ചില വീഡിയോ നിർമ്മിതികൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് ഈ നാടിന് കണ്ട് തിരിച്ചറിയാവുന്നതും വിലയിരുത്താൻ കഴിയുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ആ ദൃശ്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്.